അമ്മയുടെ അമ്മായിമ്മയുടെ സൗന്ദര്യം നോക്കിക്കണ്ടിരിക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്കെതിരെ പാര പണിയാനാ. ഞാൻ എന്ത് ചെയ്താലും നീ ജയിക്കാൻ പോകുന്നില്ല. ഞാൻ ജയിച്ചില്ലെങ്കിലും നഷ്ടം എനിക്കല്ല, നിനക്കാ. അതറിയാലോ. പപ്പിമോള് നീ ചെല്ലുമ്പോ അമ്മയെന്ന് വിളിച്ച് ഓടി വരണമെങ്കിൽ സുസ്മിത കനിയണം. എന്റെ ഭിക്ഷ അത് മാന്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ശരിക്ക് പണിയെടുക്കണം മോളെ. എടുത്തില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കും. ഇങ്ങനെ കുട്ടികളെയൊക്കെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? നീ ഒരു സ്ത്രീയല്ലേ? ഒരു അമ്മയുടെ വേദന കുറച്ചെങ്കിലും നിനക്ക് മനസ്സിലാവില്ലേ? എന്റെ ജീവിതത്തില് എനിക്ക് വേദനകളില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകൾ എന്താന്ന് എനിക്ക് മനസ്സിലാവത്തുമില്ല. കൊച്ചിന്റെ ജീവൻ വല്ലവരുടെയും കൈ കൊടുത്തിട്ട് നിന്ന് പഴംപുരാണം വിളമ്പാതെ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ കയ്യിൽ 2 ബോട്ടിൽസ് ഉണ്ട്. അതിലൊന്നിൽ ഉപ്പും മറ്റേതിൽ മുളക് പൊടിയാ. കയ്യിലേക്ക് നോക്കരുത്, എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നീ അത് രണ്ടും എന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇത് വെച്ച് എന്ത് മഹാപാപമാ ഞാൻ ചെയ്യേണ്ടേ? കിടന്ന് പിടയ്ക്കാതെ ഞാൻ കാര്യങ്ങൾ പറയട്ടെ. സത്യഭാമ ഉണ്ടാക്കി വെക്കുന്ന കറിയിൽ നീ ഉപ്പുപൊടി ഇടണം. മുളക് പൊടി ശാരദാമ്മയുടെ കറിയിലും. അതോടെ 2 പേരും ഔട്ട്. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണ്ടേ? ശ്യാമേ, നീ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കേ. നിന്റെ കുഞ്ഞിന്റെ ജീവൻ വരെ അപകടത്തിലാണ്. പപ്പിയോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അത് നീ കാണിക്കേണ്ട സമയം ഇത് തന്നെയാ. അയ്യോ പാവം പപ്പിമോള്, ജലപാനം പോലും കഴിക്കാതെ ഒരു മുറിയില് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എന്താ അമ്മ വരാത്തെ? എന്റെ അമ്മയ്ക്ക് വേണ്ടേ? വാങ്ങിക്ക്. അങ്ങനെ വഴിക്ക് വാ. ഇനി കാര്യങ്ങളെല്ലാം നിന്റെ കയ്യിലാ. ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നീയാ. പറഞ്ഞതുപോലെ ചെയ്താ നിന്റെ ഒപ്പം നിന്റെ കൊച്ചുണ്ടാവും. ഇല്ലെങ്കിൽ എന്നേക്കുമായി അവളെ അങ്ങ് മറന്നേക്ക്.